അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, സഹനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഗുണം എന്താണ്? എന്താണ് ചോദ്യം? സഹനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഗുണം എന്താണ്? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം, ഇന്നത്തെ ഒന്നാം വായനയിൽ ആളുകൾ അപ്പോസ്തലന്മാരെ അപമാനിക്കാനും കല്ലെറിയാനും ഒക്കെ തീരുമാനിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇവരെ നാണം കെടുത്തണം, ഇവരെ കല്ലെറിയണം, ഇവരെ കൊല്ലണം എന്നൊക്കെ തീരുമാനിക്കുന്ന പശ്ചാത്തലത്തിൽ അവർ ആ നാട് വിട്ട് പല സ്ഥലങ്ങളിലേക്ക് ചിതറി ഓടുകയാണ്. അല്ലേ, നമ്മളെ കല്ലെറിയും എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നെഞ്ചും വിരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ഓടുകയാണ്, മറ്റ് സേഫർ സോൺസിലേക്ക് അവർ പോവാണ്. അങ്ങനെ പോകുമ്പോൾ പോയ സ്ഥലങ്ങളിലെല്ലാം അവർ വചനം പ്രഘോഷിക്കുകയാണ്. അവിടെയെല്ലാം വിശ്വാസ സമൂഹങ്ങൾ രൂപപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചോദിച്ചത്, സഹനത്തിന്റെ ഗുണം എന്തായിരുന്നു? സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെട്ടു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാൻ. അതായത് സഹനമുണ്ടായത് മൂലം ദൈവരാജ്യത്തിന്റെ വളർച്ചയുണ്ടായി. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സഹനം ലാഭമായിരുന്നോ നഷ്ടമായിരുന്നു? ആ സഹനം ലാഭമായിരുന്നു. കാരണം ആ സഹനം മൂലം ദൈവരാജ്യത്തിന്റെ വളർച്ചയുണ്ടായി. അനേകർ ഈശോയെ കുറിച്ച് അറിയാൻ ഇടവന്നത് ആ പീഡനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വചനം നമ്മളോട് പറയുന്നത്, ദൈവം എല്ലാം നന്മയായി മാറ്റും. ആ പീഡനങ്ങളുടെ പശ്ചാത്തലം, സഹനം ഉണ്ടായി, ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ആ ബുദ്ധിമുട്ട് ദൈവം നന്മയാക്കി മാറ്റി. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പോസ്തലന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഇതൊരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്നത് നമുക്കറിയാം. നമുക്ക് സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നതിനേക്കാൾ സങ്കടമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഈശോയോട് അടുത്തത്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു തകർച്ച, സങ്കടം ഈശോയോട് കൂടുതൽ അടുക്കാൻ കാരണമായി. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസം മറ്റുള്ളവരിലേക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ കൂടെ കാരണമായി മാറട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിസ്ത്രായിൽ തളർന്ന് കിടക്കുന്ന, കാലുകൾക്ക് സ്വാധീനമില്ലാതിരുന്ന ഒരു മനുഷ്യനെ പൗലോസ് കാണുകയാണ്. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ വചനം എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, സൗഖ്യം പ്രാപിക്കാൻ തക്കവിധം വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് അവനോട് പറഞ്ഞു, ചാടി എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. അവന്റെ കണ്ണുകളിൽ എന്തുണ്ടായിരുന്നു? വെറുതെ വിശ്വാസമല്ല, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. നമുക്ക് പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. പള്ളിയിൽ വരാൻ തക്ക വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിൽ ഈശോയുമായിട്ട് ബന്ധപ്പെടാനുള്ള വിശ്വാസമുണ്ട്. വിശ്വാസത്തിന് പല ലെവലുണ്ട്. അപ്പോൾ ഇവന്റെ കണ്ണുകളിൽ പൗലോസിന് കാണാൻ കഴിഞ്ഞത് കുറേ കൂടി ആഴമുള്ള വിശ്വാസം, അതായത് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിധം ഒരു വിശ്വാസം അവനിൽ ഉണ്ടെന്ന് കണ്ട് പൗലോസ് പറഞ്ഞു, ചാടി എഴുന്നേൽക്കുക. നമ്മൾ കർത്താവിനോട് സൗഖ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പ്രധാനപ്പെട്ടതാണ്. അതായത് എൻ്റെ ഉള്ളിൽ സൗഖ്യം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ തക്കവിധം ഒരു വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന, നമുക്ക് വേണ്ടി ഗാനങ്ങളൊക്കെ ആലപിക്കുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഡാലിയ സഹോദരിയുടെ ജന്മദിനമാണ്. 50ാം പിറന്നാളാണ്. നമുക്ക് കൈയടിച്ച് ജന്മദിനം അതിൻ്റെ ആശംസകൾ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം.
വിശ്വാസത്തിന് കുറവ് വന്ന സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ